ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. നമ്മളെ പി എഫിന്റെ എമൗണ്ട് ഓൺലൈനിലൂടെ എങ്ങനെ വിഡ്രോൾ ചെയ്തെടുക്കാൻ നമുക്കിന്ന് കാണാം. അതേപോലെ വിഡ്രോൾ ചെയ്തെടുക്കേണ്ട ലൈവ് പ്രോസസ് നമുക്കിന്ന് കാണാം. വരൂ വീഡിയോയിൽ പോകാം. ഫസ്റ്റ് നിങ്ങളെ ബ്രൗസർ ഓപ്പൺ ചെയ്യുക, അതിനുശേഷം സെർച്ച് ചെയ്യുക EPFO. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലെ ഇന്റർഫേസ് കാണാൻ പറ്റും. ഇനി ഇവിടെ തന്നെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും വിഡ്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് KYC അപ്ഡേഷൻ മെമ്പർ. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഈ ഒരു പോപ്പപ്പിന് ഓക്കെ എന്ന് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഫസ്റ്റ് ലോഗിൻ ചെയ്യണം. ഇവിടെ നമ്മൾ UN നമ്പർ കൊടുക്കണം. അതിനുശേഷം UN നമ്പറിന്റെ പാസ്വേഡ് കൊടുക്കണം. നെക്സ്റ്റ് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യണം. അഥവാ ചിലവർക്ക് അവരെ UN നമ്പർ ഓർമ്മയില്ലെങ്കിലോ അതോ ഓർഗനൈസേഷൻ കമ്പനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും നോൺ യുവർ UN. ഈ ഒരു ഓപ്ഷനിലൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ UN നമ്പർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട പ്രോപ്പർ വീഡിയോ ഞാൻ എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ പോയിട്ട് ചെക്ക് ഔട്ട് ചെയ്യാം. അഥവാ നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫോർവേഡ് പാസ്വേഡ് കൊടുത്ത് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. എനിക്കിവിടെ എന്റെ UN നമ്പറും പാസ്വേഡ് അറിയാം. അപ്പൊ ഞാൻ UN നമ്പർ പാസ്വേഡ് ടൈപ്പ് ചെയ്തിട്ട് സൈൻ ഇൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മളെ ഫോണിൽ ഒരു OTP വന്നിട്ടുണ്ടാകും. അതിനെ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് സബ്മിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇതേപോലെ നമ്മൾ ഈ പോർട്ടലിൻ്റെ അകത്ത് ലോഗിൻ ആയിട്ടുണ്ട്. നിങ്ങളിവിടെ ലോഗിൻ ആയതിനു ശേഷം നമുക്കിവിടെ PF എമൗണ്ട് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഓൺലൈൻ സർവീസ്. ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കാണാൻ പറ്റും. അഥവാ നിങ്ങളെ PF എമൗണ്ട് വന്നിട്ട് നിങ്ങളെ ജോബ് വന്നിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അത് ജോലിയിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് PF എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളെ പെൻഷൻ എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. പക്ഷേ ഇനി ഞാനിവിടെ ഡയറക്റ്റ്ലി വിഡ്രോൾ ചെയ്യേണ്ട മെത്തേഡ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നാൽ ഇവിടെ തന്നെ ഒരുപാട് പേര് തെറ്റ് ചെയ്ത് പോകും. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ചില ഇൻഫർമേഷൻ വന്നിട്ട് ഏത് ഫോമാണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നോ അതേപോലെ നിങ്ങൾ അക്കൗണ്ടിന്റെ അകത്ത് ഏത് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടോ അതേപോലെ ഇവിടെ 3 കാര്യങ്ങളുണ്ട്. അഥവാ നിങ്ങൾ PF എമൗണ്ട് വിഡ്രോൾ ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഇവിടെ ഫസ്റ്റ് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് ഏതാ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മെനു സെക്ഷനിൽ നമുക്ക് വ്യൂ ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും സർവീസ് ഹിസ്റ്ററി. ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഓർഗനൈസേഷന്റെ പേരുകളൂടെ കാണാൻ പറ്റും. നിങ്ങൾ ഏതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇവിടെ നമുക്ക് മെമ്പർ ID കാണാൻ പറ്റും. അതേപോലെ നമുക്ക് കമ്പനി ഡേറ്റ് ഓഫ് ജോയിനിങ്, അതേപോലെ നമുക്ക് കമ്പനി ഡേറ്റ് ഓഫ് എക്സിറ്റ് കാണാൻ പറ്റും. ഇവിടെ അതിന്റെ ഡേറ്റ് ഇവിടെ കാണാൻ പറ്റും. അതേപോലെ ഞാൻ ഒരു കാര്യം പറയാം. ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഡേറ്റ് ഓഫ് ജോയിനിങ് ഡേറ്റ് ഓഫ് എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഏത് ഫോം ഫില്ല് ചെയ്യണോ അതിൽ ഈ ഡേറ്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് ഇവിടെ ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതേപോലെ ഇവിടെ ഡേറ്റ് ഓഫ് എക്സിറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഫോം നമ്പർ 19 ഫിൽ ചെയ്യണം. അഥവാ ഇവിടെ ഒരു ചിലവർക്ക് ഡേറ്റ് ഓഫ് എക്സിറ്റ് മെൻഷൻ ഇല്ലെങ്കിൽ അതും നമുക്ക് PF എമൗണ്ട് എങ്ങനെയെങ്കിലും എടുക്കണം നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനത്തെ സമയത്തിൽ നമുക്ക് ഫോം നമ്പർ 31 ഫിൽ ചെയ്യണം. ഇനി നമുക്ക് ഇനിയൊരു കാര്യം കൂടെ ചെയ്യണം. അഥവാ നമ്മൾ PF എമൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് നമുക്ക് നമ്മളെ PF അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നമുക്ക് അറിയണം. അതിനുവേണ്ടി നമുക്ക് ഈ മാനുവലിൽ നമുക്ക് ഒരു ഓപ്ഷൻ കാണാൻ പറ്റും പാസ്ബുക്ക് ലൈറ്റ്. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് ആ രീതിയിൽ ഫോം വന്നിട്ട് ഫിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും എല്ലാ മാസവും എത്ര നമുക്ക് കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടെ ഇവിടെ നമുക്ക് മെമ്പർ ID ഓപ്ഷൻ കാണാൻ പറ്റും. ഈ ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എല്ലാ കമ്പനീസിന്റെ ലിസ്റ്റ് കാണാൻ പറ്റും. ഇവിടെ ആ കമ്പനിയുടെ മെമ്പർ ID ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ബാലൻസ് ചെക്ക് ചെയ്യണോ ഇവിടെ നമുക്ക് ചൂസ് ചെയ്യണം. സെലക്ട് ചെയ്തതിനു ശേഷം നമുക്കിവിടെ വ്യൂ പാസ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളെ ഫ്രണ്ടിൽ ഒരു പാസ്ബുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എല്ലാ മാസം എത്ര എമൗണ്ട് വന്നിട്ട് എംപ്ലോയർ കളക്ട് ചെയ്തിട്ടുണ്ട്, എത്ര എമൗണ്ട് വന്നിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്, എത്ര പൈസ നമ്മളെ സാലറിയിൽ നിന്ന് കട്ടായിട്ടുണ്ട് അത് നമ്മളെ എംപ്ലോയർ ഷെയറിൽ കാണാൻ പറ്റും. അതേപോലെ ടോട്ടൽ പൈസ നമ്മളെ PF അക്കൗണ്ടിൽ എത്ര ഉണ്ടെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവിടെ എന്റെ PF ടോട്ടൽ ബാലൻസ് ഇവിടെ കാണാൻ പറ്റും 79,900 സംതിങ്. ഈ എമൗണ്ട് ആണ് ഞാൻ ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ ഇത് കാണിച്ചു തരുന്ന മുമ്പ് ഞാൻ ഫസ്റ്റ് ഒരു PF എമൗണ്ട് വേറെ ഒരു കമ്പനിയിൽ വിഡ്രോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരു കമ്പനി സെലക്ട് ചെയ്തു. അതിനെ വ്യൂ പാസ്പോർട്ട് കൊടുത്തു. ഈ പാസ്ബുക്കിൽ കാണുമ്പോൾ നേരത്തെ ഇതിൽ പൈസ ഉണ്ടായിരുന്നു. ആ എമൗണ്ടിനെ ഞാൻ നേരത്തെ വിഡ്രോൾ ചെയ്തു. അതുകൊണ്ട് ഇവിടെ 0 ബാലൻസ് എന്ന് കാണിക്കുന്നു. ഈ കാര്യം നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്തു. അതിനുശേഷം നിങ്ങളെ പൈസ വന്നിട്ട് വിഡ്രോൾ ചെയ്യാൻ പറ്റും. ഇനിയൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ നമുക്ക് മെമ്പർ IDs കാണാൻ പറ്റും. ഈ മെമ്പർ ID നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഏത് മെമ്പർ ID നിങ്ങൾക്ക് പൈസ എടുക്കാൻ നോക്കുന്നു ഈ മെമ്പർ ID യിൽ നമുക്ക് ഇത്ര പൈസ കൊണ്ട് നമുക്ക് ഇതിനെ വിഡ്രോൾ ചെയ്തെടുക്കണം. നമ്മളെ PF എമൗണ്ട് എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ഫോം ഫില്ല് ചെയ്യണം. അതേപോലെ വിഡ്രോൾ ചെയ്യണ മുമ്പ് നമുക്ക് ഇനിയൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളെ അക്കൗണ്ടിൽ നമ്മളെ PF അക്കൗണ്ടിൽ നമ്മളെ KYC ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അഥവാ നിങ്ങളെ അക്കൗണ്ടിൽ KYC ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് KYC അപ്ഡേറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നിങ്ങളെ PF എമൗണ്ട് വന്നിട്ട് വിഡ്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ മാനേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് KYC ഓപ്ഷൻ കാണാൻ പറ്റും. KYC ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. എന്റെ കേസിൽ കാണുമ്പോൾ എന്റെ ബാങ്ക് ഡീറ്റെയിൽ, പാൻ കാർഡ്, ആധാർ കാർഡ് എല്ലാം ആഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്റെ ഡീറ്റെയിൽസിലെല്ലാം അപ്രൂവ്ഡ് എന്ന് കാണിക്കുന്നു. അതേപോലെ നമ്മളെ ബാങ്ക് അക്കൗണ്ട് എല്ലാം വെരിഫൈഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ 3 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ വിഡ്രോൾ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഓൺലൈൻ സർവീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കാണാൻ പറ്റും പൈസ വിഡ്രോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്ലെയിം ഫോം 31/19
10C 10D. എല്ലാവർക്കും ഫസ്റ്റ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം എല്ലാവരുടെ ഫ്രണ്ടിൽ ഇതേപോലെ ഇന്റർഫേസ് ഓപ്പൺ ആകും. ഇവിടെ ഒരിക്കൽ കൂടെ നമ്മൾ അക്കൗണ്ട് നമ്പറോട് ടൈപ്പ് ചെയ്ത് വെരിഫൈ ചെയ്ത് കൊടുക്കണം. ഈ അക്കൗണ്ടിലാണ് നമ്മളെ പൈസ വിഡ്രോൾ ആയി കിട്ടുന്നത്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്തതിനു ശേഷം വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഗ്രീൻ ടിക്ക് എന്ന് വെരിഫൈഡ് എന്ന് കാണിക്കും. ഇവിടെ നമുക്ക് യെസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അക്കൗണ്ട് നമ്പർ വെരിഫൈഡ് എന്ന് കാണിക്കും. അതിനുശേഷം നമ്മൾ ഇവിടെ താഴെ കാണുമ്പോൾ നമുക്ക് ഇവിടെ സർവീസ് സെക്ഷന് ഡീറ്റെയിൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമ്മൾ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കമ്പനി മെമ്പർ ഐ ഡി ഇവിടെ കാണിക്കുന്നുണ്ടാകും. അതിന്റെ കൂടെ നമ്മളെ ഡേറ്റ് ഓഫ് ജോയിനിങ്, നമ്മളെ ഡേറ്റ് ഓഫ് എക്സിറ്റ് എല്ലാം കാണിക്കുന്നുണ്ടാകും. ഇവിടെ ഞാൻ ഇനിയൊരു കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നേരത്തെ മെമ്പർ ഐ ഡിയിൽ നമ്മൾ നേരത്തെ എത്ര കമ്പനീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കമ്പനീസിന്റെ ലിസ്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ടായിരുന്നു, ഐ ഡി എല്ലാം. അതിന് നമുക്ക് നേരത്തെ ഇവിടെ നിന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെങ്കിൽ ഇപ്പം ഗവൺമെന്റ് വന്നിട്ട് ആ ഫ്യൂച്ചറിനെ ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനി ഐ ഡി സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ സെലക്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഫ്രണ്ടിലോട്ട് കാണാം. ഇപ്പൊ നമുക്ക് ഇവിടെ പ്രൊസീഡ് ഫോർ ഓൺലൈൻ ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇവിടെ അപ്ലൈ ഫോർ സെക്ഷനിൽ വരണം. ഇവിടെ നമുക്ക് 4 ഓപ്ഷനുകൾ കാണാൻ പറ്റും. ഇതിൽ നമുക്ക് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കണം. അഥവാ നിങ്ങൾ PFന്റെ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ ഈ 4 ഓപ്ഷനിൽ നിങ്ങൾ ഏത് ഫോം യൂസ് ആകുന്നോ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അത് നിങ്ങളെ കണ്ടീഷനിൽ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ എല്ലാ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അതിന്റെ അക്കോർഡിംഗ് നമുക്ക് ഫോം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ PF എമൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അഥവാ നിങ്ങൾ പെൻഷൻ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ PF എമൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം വന്നിട്ട് ഫോം നമ്പർ 19, രണ്ടാമത്തെ ഫോം വന്നിട്ട് ഫോം നമ്പർ 31. അതേപോലെ ഫോം നമ്പർ 19 ഏത് കേസിലാണ് വരുന്നത് വെച്ചാൽ അഥവാ നിങ്ങൾ ജോലി വിട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ നിങ്ങൾ ഫുൾ എമൗണ്ട് PFന്റെ ഫുൾ എമൗണ്ട് എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഫോം നമ്പർ 19 ഫിൽ ചെയ്യണം. പക്ഷെങ്കിൽ ഈ കേസിൽ ഒരു ചില കണ്ടീഷൻസ് ഉണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളത് ജോലി വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് എക്സിറ്റ് മെൻഷൻ ആയിരിക്കണം. അതിനുശേഷം ജോലി വിട്ടതിനു ശേഷം നിങ്ങൾക്ക് 2 മാസം ആയിട്ടുണ്ടെങ്കിൽ മാത്രം തന്നെ ഇവിടെ വിഡ്രോൾ ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങൾ ജോലിയിൽ ഇരിക്കുകയാണ് പക്ഷെങ്കിൽ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യമുണ്ട്. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഓപ്ഷൻ ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും PF അഡ്വാൻസ് ഫോം നമ്പർ 31. അഥവാ നിങ്ങളെ ഡേറ്റ് ഓഫ് എക്സിറ്റ് ഇവിടെ മെൻഷൻ ഇല്ലെങ്കിൽ അങ്ങനത്തെ കേസിൽ ഇവിടെ നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ട ഫോം നമ്പർ 31. ഇവിടെ ബേസിക്കലി ഒരു ചില റീസൺസ് നമുക്ക് ഇവിടെ കൊടുക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും മെഡിക്കൽ റീസൺ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാരേജ് റീസൺ എന്തെങ്കിലും കൊടുക്കണം പൈസ എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നിങ്ങളെ കേസിൽ വരെ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾക്ക് എന്തിനാണോ ഇവിടെ പൈസ ആവശ്യം വന്നു അത് ഇവിടെ റീസൺ കൊടുക്കണം. അതിന്റെ പകരം നമുക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്താൽ നിങ്ങൾക്ക് മാക്സിമം എല്ലാവർക്കും പൈസ കിട്ടുന്നതാണ്. അതിന്റെ ഒരു പ്രോപ്പർ വീഡിയോ എങ്ങനെയാണ് അഡ്വാൻസ് ആയിട്ട് നമുക്ക് പൈസ എടുക്കേണ്ടത്, നമ്മൾ ജോലിയിരിക്കുമ്പോൾ എങ്ങനെയാണ് പൈസ എടുക്കേണ്ടത് എന്നുള്ള പ്രോപ്പർ ആയിട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അഥവാ നിങ്ങൾക്ക് ഫോം നമ്പർ 31 ഫിൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്രോപ്പർ വീഡിയോ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ഞാനിവിടെ ഫോം നമ്പർ 19 സെലക്ട് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ജോലി വിട്ടിട്ടുണ്ട്, എൻ്റെ PF എമൗണ്ട് ഫുള്ളായിട്ട് എനിക്ക് വിഡ്രോൾ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ ഫോം നമ്പർ 19 സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മളെ ഫ്രണ്ടിൽ ഒരു ചില ഇൻഫർമേഷൻ ഫിൽ ചെയ്യേണ്ട ഓപ്ഷൻസ് വന്നിട്ടുണ്ടാകും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു ഫോം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്ലോഡ് ഫോം 15G. അഥവാ നിങ്ങളെ PF എമൗണ്ട് വന്നിട്ട് 50,000ന്റെ മുകളിലാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അതിനെക്കാളും കുറവാണെങ്കിൽ നമുക്ക് ഇത് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ 50,000ന്റെ മുകളിലാണെങ്കിൽ നമ്മളെ ഗവൺമെന്റ് വന്നിട്ട് TDS കട്ട് ചെയ്യും. അതുകൊണ്ട് ആ TDS വന്നിട്ട് കട്ടായുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോം ഫിൽ ചെയ്യണം. പക്ഷെങ്കിൽ ഈ ഒരു ഫോമിൽ ഒരു ചില കണ്ടീഷൻസ് ഉണ്ട്. ഈ ഒരു ഫോം വന്നിട്ട് ഒരു ചിലവർക്ക് തന്നെ യൂസ് ആകുന്നതാണ്. അഥവാ നിങ്ങൾ ടാക്സ് പേയർ ഇല്ലെങ്കിൽ അപ്പോൾ ഫോം 15G ഫിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ TDS എമൗണ്ട് കട്ട് ചെയ്യാണ്ട് നിങ്ങൾക്ക് വിഡ്രോൾ ചെയ്തെടുക്കാൻ പറ്റും. ബേസിക്കലി ഗവൺമെന്റ് വന്നിട്ട് 10% TDS കട്ട് ചെയ്യുന്നതാണ്. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളെ പാൻ കാർഡിൽ ആഡ് ആകുന്നതാണ്. അഥവാ നിങ്ങളെ ഇൻകം വന്നിട്ട് ഒരു സർട്ടൻ ലിമിറ്റിന്റെ മുകളിലില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഫോം കൊടുത്തിട്ട് നിങ്ങളെ TDS വന്നിട്ട് മാറ്റാൻ പറ്റും. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അഥവാ നിങ്ങൾ ടാക്സ് പേയർ ആണെങ്കിൽ അഥവാ നിങ്ങളെ ഇൻകം വന്നിട്ട് ഇപ്പോഴത്തെ പുതിയ ടാക്സ് റെസ്യൂമിന്റെ അക്കോർഡിംഗ് 5 ലക്ഷത്തിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ ഗവൺമെന്റ് ടാക്സ് കോൺട്രിബ്യൂഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫോം 15G വന്നിട്ട് ഒരു യൂസും ഇല്ല. ഇതിന് നിങ്ങൾക്ക് ഫിൽ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തായാലും TDS കട്ടാവുന്നതാണ് വിഡ്രോൾ ചെയ്താൽ. ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫോം വന്നിട്ട് ഈ ഒരു ഫോമിന് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനെ ഫുള്ളും ഫിൽ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കണം. എല്ലാം പ്രോപ്പറായിട്ട് ഫിൽ ചെയ്തിട്ട് അതിനുശേഷം സിഗ്നേച്ചർ ഇട്ടിട്ട് ഇതിനെ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഒരു PDF ഫയലായിട്ട് അപ്ലോഡ് ചെയ്യണം. അഥവാ നിങ്ങൾ ഈ ഫോമിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അതോ മിസ്മാച്ച് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫോം വന്നിട്ട് ഒരു യൂസ് ഇല്ലാതെ പോകും. അതുകൊണ്ട് എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ എൻ്റെ കേസിൽ ഇത് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനിൽ വരുമ്പോൾ എംപ്ലോയി അഡ്രസ് ഇവിടെ ഫിൽ ചെയ്ത് കൊടുക്കണം. നമ്മൾ ഏതാണ് ലൊക്കേഷൻ, നമ്മളെ വില്ലേജ് നെയിം, സിറ്റി നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ പോസ്റ്റ് ഓഫീസ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ സ്റ്റേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ നമ്മൾ ഏതാണ് സിറ്റി ഇവിടെ നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമ്മളെ ഏരിയ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ
നമ്മൾ അഡ്രസ്സ് എല്ലാം ഫുൾ ആയിട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഗെറ്റ് മൊബൈൽ OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളെ മൊബൈൽ ഫോണിൽ ഒരു വെരിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു OTP വന്നിട്ടുണ്ടാകും. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് OTP ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളെ ക്ലെയിം ഫോം വന്നിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ കാണുമ്പോൾ PFന്റെ വിഡ്രോൾ ക്ലെയിം ഫോം വന്നിട്ട് സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട്. അതേപോലെ ഇതിന്റെ ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയി വന്നിട്ടുണ്ടാകും. ആ സ്ലിപ്പിന് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇവിടെ സ്ലിപ്പ് കാണാൻ പറ്റും. അതേപോലെ അതിന്റെ കൂടെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ID ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾ ഇവിടെ പൈസ വിഡ്രോൾ ചെയ്തത് ഏത് ബാങ്കിലാണ്, ഏത് അക്കൗണ്ട് നമ്പറിൽ വരെയാണ് ഈ സ്ലിപ്പിൽ മെൻഷൻ ആയി വന്നിട്ടുണ്ടാകും. അതേപോലെ നിങ്ങൾക്ക് ഈ ഫോം വന്നിട്ട് ഒരിടത്തും സെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിന് നിങ്ങൾ ഫോണിൽ സേവ് ആക്കി വെക്കുക. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് സേഫ് ആക്കി വെക്കുക. അതേപോലെ നിങ്ങളെ PF അമൗണ്ട് വന്നിട്ട് 6 to 7 ദിവസത്തിൽ നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് ചേരുന്നതാണ്. മോസ്റ്റ്ലി ഒരു ചിലവർക്ക് ഈ ടൈമിന്റെ അകത്ത് തന്നെ കിട്ടുന്നുണ്ടാകും. പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഇത് വന്നിട്ട് മാക്സിമം ടൈം അല്ല. ഗവൺമെന്റ് സൈഡിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മാക്സിമം 20 to 30 days ആകും നിങ്ങളെ PF അമൗണ്ട് നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് ചേരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഒരു ചിലവർ ഇതേപോലെ ഫോം ഫിൽ ചെയ്തവർക്ക് മോസ്റ്റ്ലി 6 to 7 ഡേയ്സിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് PF അമൗണ്ട് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതോ എപ്പോഴെങ്കിലും നിങ്ങളെ സ്റ്റേറ്റസ് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ട്രാക്ക് ക്ലെയിം സ്റ്റേറ്റസ്. ഈ ട്രാക്ക് സ്റ്റേറ്റസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ക്ലെയിം സ്റ്റേറ്റസ് എന്താണെന്നുള്ള പ്രോസസ്സ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ എൻ്റെ കേസിൽ ഞാൻ ഇപ്പോഴാണ് ക്ലെയിം ഫോം സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മളെ സ്റ്റേറ്റസിൽ ഇപ്പോൾ ഇവിടെ സെറ്റിൽ ആയിട്ടില്ല. എപ്പോഴാണ് നിങ്ങളെ സെറ്റിൽ ആകുന്നോ ഇവിടെ നിങ്ങൾക്ക് ക്ലെയിം സെറ്റിൽഡ് എന്ന് കാണിക്കും. അതേപോലെ PF KYC ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യേണ്ട പ്രോപ്പർ വീഡിയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. അതേപോലെ നിങ്ങൾ ഒരു കമ്പനിയിൽ ഇരിക്കുകയാണ്, പക്ഷേങ്കിൽ ആ സമയത്തിൽ നിങ്ങൾക്ക് പൈസയുടെ ആവശ്യം വരുമ്പോൾ അതിനെ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ വിഡ്രോൾ ചെയ്തെടുക്കേണ്ട പ്രോസസ്സ് വീഡിയോ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. അതിന്റെ ലിങ്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ പോയിട്ട് ചെക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. ഇനി ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.